ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഇവിടെ കുറിച്ച് ഓർക്കുമ്പോ പോലും സ്വയം പുച്ഛം തോന്നും എനിക്ക്. ശിവാനി എനിക്ക് പൂർണ്ണമായിട്ട് മറക്കണം. അവളെ കുറിച്ചുള്ള നേരിയ ചിന്ത പോലും എന്റെ മനസ്സിൽ ഇനി വരരുത്. എല്ലാം നശിപ്പിക്കും ഞാൻ. ഒന്നും വേണ്ട ഇവിടെ. എന്താണ് ഇത്? ഇനി അവളുടെ ഒരു ഓർമ്മ പോലും ഈ വീട്ടിൽ വരരുത്. എന്തൊക്കെയുണ്ടോ എല്ലാം നശിപ്പിക്കണം. നിങ്ങളൊക്കെ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എനിക്കറിയാം, എന്നെ പോലെ നിങ്ങളും വിഡ്ഢികളായല്ലേ. ആരുമില്ല, പോട്ടെ. ഒന്നുമില്ലമ്മേ, കഴിക്കാനൊന്നും ഉണ്ടായി കാണത്തില്ലെന്ന് എനിക്കറിയാം. ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. ആ അളത്തി, ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വരാം. സാർ, പ്രണവ്. ആ, ഞാൻ തന്നെ. ഇതാ സാർ. ശരി സാർ. താങ്ക് യു. വാ, നമുക്ക് കഴിക്കാം. എന്തായാലും വരാത്തെ? അവളുടെ പേരും പറഞ്ഞ് ഇവിടെ ആരും പട്ടിണി കിടക്കാൻ പാടില്ല. നീ കഴിച്ചോ പ്രണവേ, ഞങ്ങൾക്ക് വിശപ്പില്ല. എല്ലാവരും കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. വാ വാ. നമ്മൾ ചെന്നില്ലെങ്കിൽ അവനും കഴിക്കില്ല. വാ. നിങ്ങളെന്തിനാ ഇവിടെ ഇരുന്നേ? അമ്മ ഇവരോട് എണീറ്റ് പോവാൻ പറ. നമ്മൾ 4 പേർക്ക് മാത്രമേ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളൂ. നമുക്കുള്ളതേ ഉള്ളൂ. ഇവരോട് പോവാൻ പറ. എടാ മോനെ പ്രണവേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉള്ളത് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. വസു ഇരുന്നോട്ടെ. അത് നടക്കില്ല. എന്റെ ഈ ഗതികേടിന് തുടക്കം കുറിച്ചതേ ഇവരാ. ഇവരുടെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കണോ? നടക്കില്ല. എഴുന്നേറ്റ് പോവാൻ നോക്ക്. എന്തിനാ നോക്കി നിൽക്കുന്നേ? പോവാൻ നോക്ക്. നീ ഇരിക്കെ, എന്നിട്ട് കഴിക്കാൻ നോക്ക്. നേരെ വേണ്ട ഒരു കല്യാണം കഴിച്ച് നിങ്ങൾക്കാർക്കും ഒരു സദ്യ എന്നെ കൊണ്ട് പറ്റിയില്ല. ഇപ്പോ ആ ബന്ധം അവസാനിച്ചതിന്റെ പേരിലെങ്കിലും നിങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം തരണമെന്ന് എനിക്ക് തോന്നി. ഞാൻ വിളമ്പിത്തരാം നിങ്ങൾക്ക് എല്ലാവർക്കും.
കഴിക്കേ കഴിക്കേ. നീ കൂടെ ഇരിക്കേ, ഇരുന്ന് കഴിക്കേ. വേണ്ട ഏട്ടാ, വിശക്കുന്നില്ല. പറഞ്ഞേ കേട്ടില്ലേ, ഇരുന്ന് കഴിക്കാൻ. കഴിക്ക് കഴിക്ക്. എടാ പ്രണവേ, മോനെ, ദാ, ദാ, എന്താ മോനെ, ഏ? മോനെ, നീ കരയാതിരിക്കേ. എന്ത് മോനെ ഇത്?